ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, കാർഡ്സ് എല്ലാം എളുപ്പം കിട്ടുന്നു. റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി, കാർഡ്സ് എല്ലാം കാണാവുന്ന കരുതുന്നു. ജഡ്ജ്മെൻറ്റ്, നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ഡെവിൽ കാർഡാണ് കേട്ടോ. കാർഡ്സ് എല്ലാം കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഞാനിവിടെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ഡെവിൽ കാർഡാണ്. കാർഡ്സ് എല്ലാം കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ പറയുകയാണെങ്കിൽ നമ്പർ 6, നമ്പർ 17, നമ്പർ 9, നമ്പർ 8, നമ്പർ 4, നമ്പർ 15, നമ്പർ 21, നമ്പർ 4, നമ്പർ 10, നമ്പർ 16, നമ്പർ 2, നമ്പർ 20. അപ്പം ഇത് ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ബർത്ത് ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇവൻ്റ് നടന്നിട്ടുണ്ടായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത ഒരു സമയമായിരിക്കാം. അപ്പം നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇവിടെ വന്നിരിക്കുന്ന സോഡിയാക് സൈൻ സ്കോർപിയോ, അക്വേറിയസ്, വിർഗോ, ലിയോ, ലിബ്ര, ക്യാൻസർ, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ, അതാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ ബന്ധം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനെ കാണിക്കുന്നു. ഒന്നുകിൽ ഈ ഒരു ബന്ധം ഒരു മുൻജന്മ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായി കുട്ടിക്കാലം മുതലുള്ള ബന്ധമായിരിക്കാം നിങ്ങളുടെ. നിങ്ങൾ ഒന്നിച്ച് പഠിച്ചവരായിരിക്കാം, ഒരുപാട് നാളുകളായി അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു കണക്ഷനായിട്ടാണ് ഇവിടെ കാണുന്നത്.
നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ മറക്കാനാവാത്ത ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ തന്ന ഒരു റിലേഷൻഷിപ്പുമായിരിക്കാം ഇത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്ന ഒരു റിലേഷൻഷിപ്പുമായിരിക്കാം. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ എനർജി എനിക്കിവിടെ കാണുന്നു. ആൾ മടങ്ങി വരാനുള്ള സാധ്യതയുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായി ഉണ്ടായിരുന്ന പഴയ ഓർമ്മകളിൽ കഴിയുകയായിരിക്കാം. ഈ ഒരു വ്യക്തിയുമായി നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ആ ഒരു പഴയ സ്നേഹം തിരികെ വേണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന സമയമായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണണമെങ്കിൽ ട്രാവൽ ചെയ്ത് വരണം. ഇനി നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒന്നും അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ഇമോഷണലി അകന്നു കഴിയുന്നവരായിരിക്കാം. പഴയതുപോലെയുള്ള ഒരു അറ്റാച്ച്മെന്റ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയില്ല. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ഡെവിൽ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടും ഉണ്ടാകാം. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് കാർമിക് റിലേഷൻഷിപ്പ് തന്നെയാകാം. ഇതിനു മുന്നേയും ഇതുപോലെയുള്ള പാറ്റേൺസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകാം. അതായത് റിപ്പീറ്റിംഗ് സൈക്കിൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ നിങ്ങളെ പാഠം പഠിപ്പിക്കാൻ വന്ന ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ തീർക്കാൻ വന്ന ഒരു ബന്ധമായിരിക്കാം. ഇവിടെ നിങ്ങളുടെ സോൾ ഹീലിംഗ് സ്റ്റേജിലാണ്. പഴയ വേദനകളെല്ലാം നിങ്ങൾ ഹീലാക്കുകയാണ്. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ഓർത്ത് വളരെ പ്രതീക്ഷയോടുകൂടി കഴിയുകയാണ്. നിങ്ങളുടെ വ്യക്തി വളരെയധികം ഇമോഷണൽ സ്ട്രഗിളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഒരു ഡിറ്റാച്ച്ഡ് എനർജിയിലാണ്. നിങ്ങളുടെ വ്യക്തി തണിച്ചിരിക്കാനായി ഇഷ്ടപ്പെടുന്നു. വളരെയധികം ഓവർ തിങ്ക് ചെയ്യുകയാണ്. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വളരെയധികം സൈലന്റ് മോഡിലാണ്. ഇത് ചിലപ്പോൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം. ഇത് അവോയ്ഡൻസ് അല്ല, ആള് സോൾ സെർച്ചിങ് എനർജിയിലാണ്. എങ്കിലും ഈ ഒരു വിഡ്രോവൽ നിങ്ങൾക്ക് കഷ്ടം തന്നെ ആയിരിക്കും. കാരണം ഈ വ്യക്തി നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയാണ്. പക്ഷെ നിങ്ങളുമായി അവരുടെ ഇമോഷൻസ് ഒന്നും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് സമയം ആവശ്യമാണ്, ക്ലാരിറ്റി വേണം. അതിനായി ഒരു നീണ്ട ഇടവേള ഈ ഒരു വ്യക്തി എടുത്തിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾക്കിതൊരു പെയിൻഫുൾ സ്റ്റേജ് ആയിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആണ്. വളരെ നല്ല മാറ്റങ്ങളാണ് ഈ ഒരു വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് റിയലൈസേഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം നിലനിർത്തണമെങ്കിൽ പേഷ്യൻസ് ആവശ്യമാണ്. നിങ്ങളുടെ സോഫ്റ്റ് പവർ ഉപയോഗിച്ച് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തെ ക്ഷമയോടുകൂടി മറികടക്കണം. എന്തായാലും നിങ്ങളുടെ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ സ്ട്രെങ്ത് വീണ്ടെടുക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഹിഡൻ ഇമോഷൻ എന്നത്, എനിക്കിവിടെ കിട്ടിയൊരു മെസ്സേജ് എന്നത്, നീ എന്നോട് ക്ഷമയോടുകൂടി ഇടപെട്ടാൽ എനിക്ക് തിരിച്ചു വരാനുള്ള ശക്തിയും ധൈര്യവും കിട്ടുന്നതാണ്. നിന്നെ ഞാൻ വേദനിപ്പിക്കേണ്ടി വന്നെങ്കിലും നീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കൽ ഞാൻ തിരികെ വരും എന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പറയുന്നത്. ഇത് ആ ഒരു വ്യക്തിയുടെ ഹിഡൻ ഇമോഷൻസ് ആണ്. ഈ ഒരു മെസ്സേജ് എനിക്കിപ്പോൾ കിട്ടി, അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ നിങ്ങളുടെ ഇടയിൽ നല്ല രീതിക്കുള്ള കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് കാണുന്നു. കോളോ ടെക്സ്റ്റോ ഇതൊന്നും കാണുകയില്ല. നിങ്ങളുടെ ഇടയിൽ ഒരു തണുത്ത അവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെ ഈ ഒരു വ്യക്തി സൈലന്റ് ആയി ഇരിക്കുന്നതിന്റെ മെയിൻ കാരണം അനാവശ്യമായിട്ടുള്ള വഴക്കുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ എന്തേലും കാര്യത്തെ ചൊല്ലി വഴക്കുണ്ടാകുമെന്ന് ഈ ഒരു വ്യക്തി നന്നായിട്ട് ഭയക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ കുറവ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പ്രധാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതിനോടകം നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിരിക്കുന്നു. ഇതുവരെ നടന്ന അനുഭവങ്ങൾ, വേദനകൾ എല്ലാം ഒന്നിച്ചു ചേർന്ന് നിങ്ങൾക്ക് 1000 പാഠങ്ങൾ നൽകിയിട്ടുണ്ടാവാം. ഇതൊരു കാർമിക് സൈക്കിൾ ആയിരുന്നു. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തെ കാണാതെ ഇരിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ സ്നേഹത്തോട് സമീപിക്കുന്നുണ്ടാവാം. പക്ഷെ അതിനോടൊന്നും ഈ ഒരു വ്യക്തി പ്രതികരിക്കാതെ ഇരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തെ അവഗണിക്കുന്നത് പോലെയൊക്കെ പെരുമാറുന്നുണ്ടാവാം. അതിന് കാരണം ഈ ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ പോലെയുള്ള ഒരു അവസ്ഥയുണ്ടാകാം. നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ കൂടി അത് പുറത്ത് കാണിക്കാൻ തോന്നാത്ത ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ മാത്രമാണ് എഫേർട്സ് ഇടുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ കുറ്റബോധമാണ്. കാരണം ഞാൻ നിന്റെ സ്നേഹത്തിന് അർഹനാണോ എന്ന് ചിന്തിക്കുകയാണ്. പാസ്റ്റിലെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് ഇമോഷണൽ ബർഡനാണ് അനുഭവിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ വലിയൊരു മാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. കാര്യങ്ങളെയെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നു. അത് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. തേർഡ് പാർട്ടി ആരുമാകാം. ഒന്നുകിൽ ഈ ഒരു വ്യക്തിയുടെ ഫാമിലി ആകാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടപ്പെട്ടവർ ആയിരിക്കാം. ചിലപ്പോൾ ബ്ലാക്ക് മാജിക് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തെടുക്കുക. പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് കുറ്റബോധമുണ്ട്. ചെയ്ത തെറ്റുകളെ അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി സ്വന്തം തെറ്റുകളെ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ കണക്ഷനെ പറ്റി റീതിങ്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സെക്കൻഡ് ചാൻസ് ആണ് ഞാൻ ഇവിടെ കാണുന്നത്. ഈ ഒരു വ്യക്തിക്ക് സ്പിരിച്വൽ അവേക്കണിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഫേസിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത്. ചെയ്ത തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. പശ്ചാത്താപമല്ലേ ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒരുപാട് പശ്ചാത്തപിക്കുന്നു ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത്. ഈ ഒരു വ്യക്തി ടോട്ടലി ചേഞ്ച് ആകാൻ ശ്രമിക്കുകയാണ്. കാരണം പുതിയ ഒരാളായി മാറുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ വളരെ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇനിയും യൂണിവേഴ്സിന് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, നിങ്ങൾക്കുള്ള അഡ്വൈസ് നോക്കാം. ബാലൻസ്, ടെമ്പറൻസ്, എല്ലാ കാര്യങ്ങളും ബാലൻസിൽ കൊണ്ടുവരിക. Knight of Swords, Three of Wands, Hermit, Seven of Pentacles. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്നത് എല്ലാ കാര്യത്തിലും നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരിക. ഒന്നും അമിതമാകരുത്.
അത് സ്നേഹമാണെങ്കിലും ശരി, ദേഷ്യമാണെങ്കിലും ശരി, നമ്മളുടെ ജീവിതത്തിലെല്ലാം നമുക്കൊരു ബാലൻസ് വേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിലോട്ട് നിങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിനെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്നൊരു ഡിസിഷനിലേക്ക് നിങ്ങൾ നീങ്ങരുത്. കാരണം പെട്ടെന്നൊരു ഡിസിഷനിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഡിസിഷൻ തെറ്റായി പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ക്ഷമ ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ അതിജീവിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിനെ കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ സിറ്റുവേഷൻ അപ്പുറം നോക്കണം കാര്യങ്ങൾ. എന്നിട്ട് നിങ്ങൾ എന്ത് റിസൾട്ടാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്, എന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക. അതിനുശേഷം ഒരു ഡിസിഷനിലേക്ക് നീങ്ങുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പേഷ്യൻസ് വളരെ ആവശ്യമാണ് എന്നുള്ളത് കാണുന്നു. നിങ്ങൾക്കൊട്ടും ക്ഷമയുണ്ടാവില്ല. നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് സാധിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളുകളായിരിക്കാം മേ ബി. പക്ഷെ അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടുന്നതാണ്. അതിന് ചിലപ്പോൾ സമയം ആവശ്യമായി വന്നേക്കാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് വളരെ നല്ല രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം എൻ്റെ ലൈഫിന് ഒരു ഗ്രോത്തും ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ക്ഷമ, കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് എല്ലാം ആവശ്യമാണെന്ന് കാണുന്നു. എങ്കിൽ മാത്രമേ ലോങ് ടേമിൽ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നതും അത് തന്നെയാണ്. നിങ്ങൾക്ക് ക്ഷമ ഈ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യമായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ക്ഷമ നശിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാം ബാലൻസിൽ കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസിൽ കൊണ്ടുവരണം. പെട്ടെന്നൊരു ഡിസിഷനിലേക്ക് എത്തരുത് ഈ ഒരു സമയം. അതാണ് യൂണിവേഴ്സ് ഇവിടെ തരുന്ന അഡ്വൈസ് എന്നത്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഹൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.